ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ വിമർശിച്ചായിരുന്നു ഷൂരിയുടെ ആ ലേഖനം. അതിന് അന്നത്തെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എം ബസവ പുന്നയ്യ ഇല്ലസ്ട്രേറ്റ് വീക്ക്ലിയിൽ തന്നെ മറുപടി നൽകി. പീപ്പിൾസ് ഡെമോക്രസിയിൽ വിശദമായ മറുപടിയും നൽകി. രണ്ടാം ലോക മഹായുദ്ധം 1939 രണ്ട് സാമ്രാജ്യത്വ ശക്തി ധ്രുവങ്ങളാണ് ഉണ്ടായത്. അച്ചുതണ്ട് ശക്തികൾ ഒരു ഭാഗത്ത് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, മറുവശത്ത് സഖ്യശക്തികൾ ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക. സോവിയറ്റ് യൂണിയൻ ആദ്യഘട്ടത്തിൽ ഇരുവശത്തും ഇല്ലായിരുന്നു. സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ ചേർന്നില്ല. 1941 ജർമ്മനിയും കൂട്ടാളികളും വലിയ മുന്നേറ്റമുണ്ടാക്കിയ ശേഷം സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അതോടെയാണ് സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്ന് ജർമ്മനിക്കെതിരെ യുദ്ധരംഗത്തേക്ക് വന്നത്. ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് തീക്ഷ്ണമായ സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ആക്രമിക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞത് എൻ്റെ സഹതാപം ഇംഗ്ലണ്ടിനോടൊപ്പമാണ് എന്നാണ്. ബ്രിട്ടീഷ് വൈസ്രോയി ലിൻലിത്ഗോ പ്രഭുവിനോട് താൻ അങ്ങനെ പറഞ്ഞതായി ഗാന്ധിജി തന്നെ തൻ്റെ സമാഹൃത കൃതികളിൽ എഴുതിയിട്ടുമുണ്ട്. ഗാന്ധിജി പോലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകിയ സഖ്യത്തിനാണ് മാനസിക പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞല്ലോ. ഹിറ്റ്ലറുടെ ജർമ്മനി യുദ്ധം ജയിക്കുന്ന ഘട്ടം വന്നാൽ അത് ലോകത്തെയാകെ നാസിസം കീഴ്പ്പെടുത്തുമെന്ന ശരിയായ വിലയിരുത്തലായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയത്. അതിനാലാണ് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ പക്ഷത്തിന് പിന്തുണ നൽകിയത്. ആര്യാട് ഷൗക്കത്തിന് കൊടുത്ത മറുപടി അങ്ങ് രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ ആണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെ ആയിരുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാമല്ലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി, സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറിയിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയില് മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് നേരെ വന്നാൽ അത് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുണ്ട്. അത് കണ്ടുകൊണ്ടാണ് തൽക്കാലം ആക്രമണം വരാതിരിക്കണം. എന്നാൽ എന്തു ചെയ്തു? ആക്രമണം വരുന്നാൽ അതിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതിൻ്റെ ഭാഗമായി ആ താൽക്കാലിക സന്ധി എന്തിനുപയോഗിച്ചു? സോവിയറ്റ് യൂണിയനെ
അതിശക്തമായി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നു. അങ്ങനെയാണ് ജർമ്മൻ സേന മോസ്കോവിൻ്റെ പടിവാതിൽക്ക് വരെ എത്തിയെങ്കിലും അവിടുത്തെ ചെമ്പടക്ക് അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത്. ആ കരുത്താർജിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതങ്ങ് മറക്കാതിരിക്കും. സൂചിപ്പിച്ചതുപോലെ അങ്ങ് പറഞ്ഞാൽ അതൊരു അടവ് നയമായിരുന്നു സ്റ്റാലിൻ്റെ എന്ന. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധികം നാളൊന്നല്ല, 1917 അല്ലേ? റഷ്യൻ റവല്യൂഷൻ 1917 അതിനുശേഷം ഒരുപാട് നാളായി അവർ സെറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്തിരുന്നത്. സ്റ്റാലിൻ ചെയ്തിരുന്നതും ഹിറ്റ്ലർ ചെയ്തിരുന്നതും ഒരേ ജോലിയാണ്. എതിരാളികളെ കൊല്ലുക, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. അറിയത്തില്ലേ? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു, PB-യിലുള്ളവരെ കൊല്ലുമായിരുന്നു, നാട് കടത്തുമായിരുന്നു. രണ്ടുപേരും ചെയ്തിരുന്ന ഒരു നല്ല ഒരേപോലത്തെ പരിപാടിയാണ്. ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട് എന്ന് പറയുന്നത് നല്ല യോജിച്ച പാക്ട് ആയിരുന്നു. രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ ഫാസിസത്തിനെതിരായി ലെറ്റ് മീ കൺക്ലൂഡ്. ഫാസിസത്തിനെതിരായി നാസിസത്തിനെതിരായിട്ടൊന്നും ഒരു നിലപാടും സ്റ്റാലിൻ ഉണ്ടായിരുന്നില്ല. സ്റ്റാലിൻ ചെയ്തിരുന്നത് അത് തന്നെയാണ്. മന്ത്രിമാർക്ക് വരെ ഭയമായിരുന്നു. ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. എത്രയോ പേരെ നാട് കടത്തി. സൈബീരിയ എങ്ങനെയുണ്ടായത്? ഉണ്ടായത് എങ്ങനെയാണ്? സൈബീരിയയിലേക്ക് ആളുകളെ നാട് കടത്തുമായിരുന്നു. മുഴുവൻ ആളുകളെ ക്രൂരമായ പീഡനങ്ങളായിരുന്നു അവിടെ മുഴുവൻ. ഞാൻ അങ്ങേക്ക് എല്ലാം തെളിയിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഈ 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തെ ഈ വിഷയങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണാതെ പറയുന്നത്. എനിക്കറിയാവുന്നതുകൊണ്ടാണ്. എനിക്ക് വലിയ പാഷനേറ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇതാണ് സംഭവം. അല്ലാതെ അടവ് നയമൊന്നുമല്ല. അവരുടെ കൂടെ ആയിരുന്നു. പിന്നെ ഹിറ്റ്ലർ കൺസിസ്റ്റന്റ് അല്ല. ഇന്നെടുക്കുന്ന തീരുമാനം നാളെ അല്ല. തോണ്ട് അയാൾ ഒരു ദിവസം കയറി അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തപ്പോഴാണ് ഇവരിപ്പുറത്തോട്ട് കൂടിയത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും. നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഞാൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ മഴ പെയ്താൽ ഇവിടെ കൊച്ചിയിൽ കുട പിടിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കുട പിടിക്കും. അതായിരുന്നു. സ്വന്തമായിരുന്ന നയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947. 48 നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ് എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, അല്ലെ? പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ കൽക്കട്ട തീസിസ് നടപ്പാക്കി രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ബാലാധിഷ്ഠതകളിൽ നിന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമരിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ, PL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ പ്രയാസപ്പെടുന്നൊരു കാലത്ത്, കഷ്ടപ്പെടുന്നൊരു കാലത്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെ കുറിച്ച് ദയവേന്ന് പറയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം. രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത്.